नहीं, मुंबई पुलिस नहीं कर रहा मैं उनके साथ। एक्चुअली लोगों को शायद लग रहा है कि वो मुंबई पुलिस है, बट मैं रोशन एंड्रूज के साथ एक फिल्म ज़रूर कर रहा हूँ. ഒരു പറച്ചിലുണ്ട്, അതായത് പറഞ്ഞാൽ പീപ്പിൾ ഓൾവേസ് കമ്പയർ. അതായത് ഇഫ് വാട്ട് എവർ ദ തിങ് ഹാപ്പൻസ് പീപ്പിൾ ഓൾവേസ് കമ്പയർ വൺ പേഴ്സൺ ടു അനദർ. സെയിം തിങ് ഇറ്റ്സ് ഗോസ് ഫോർ വൺ മൂവി ടു അനദർ ആസ് വെൽ. കാരണം ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം നടന്ന സമയത്ത് ഷാഹിദ് കപൂർ തന്നെ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ റോഷൻ ആൻഡ്രൂസിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് മുംബൈ പോലീസ് അല്ല. ആ ഒരു എന്താ പറയണ്ട, ആ ഒരു അപ്രോച്ച് നമുക്ക് എന്താണെങ്കിൽ ഇതിന്റെ പല പ്രൊമോഷൻ മെറ്റീരിയൽസിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്താ പ്രോബ്ലം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കമ്പയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം. അവർ നേരത്തെ ഇത് മുംബൈ പോലീസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മൾ കമ്പയർ ചെയ്താലും നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാകും. പക്ഷെ ഇതിനകത്ത് ഇതിന്റെ മാർക്കറ്റിംഗ് പ്രൊമോഷനിലെല്ലാം അവർ ചെയ്ത സത്യം പറഞ്ഞ ഒരു മാനിപ്പുലേഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം പടം മുംബൈ പോലീസ് തന്നെയാണ്, വേറൊന്നും അല്ല പടം. സോ ഞാനിത് ഓൾറെഡി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈയിടയ്ക്ക് ബേബി ജോൺ ഇറങ്ങും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പല റീമേക്സ് നമ്മൾ വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഡിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെന്തിനാണ് തിയേറ്ററിൽ കൊണ്ടുപോകണേ എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു ആൻസറാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. കാരണം ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ ചിലവർ വിചാരിക്കും, ഞങ്ങളോട് ഇതിൻ്റെ പ്രൊമോഷൻ കാര്യത്തിൻ്റെ ആ സമയത്തൊക്കെ ഇത് മുംബൈ പോലീസ് അല്ല എന്ന് പറഞ്ഞിട്ട് പടം കണ്ടുകഴിഞ്ഞപ്പോൾ മുംബൈ പോലീസ് ആയിട്ടാണല്ലോ എനിക്ക് മനസ്സിലായെന്നുള്ളത്. അത് ആ ഒരു തോട്ട് വരും. അതേ ഞാൻ പറഞ്ഞ പീപ്പിൾ ഓൾവേസ് കമ്പയർ, വി കനോട്ട് സ്റ്റോപ്പ് ദാറ്റ്. ബട്ട് ദ ഓൺലി തിങ് ദാറ്റ് വി ക്യാൻ സ്റ്റോപ്പ് ഇസ് ലൈക്ക് നമ്മളത് ഓൾറെഡി പറയുക. അപ്പൊ നമുക്ക് അറിയാം, അതായത് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പോണെന്നുള്ളൊരു കാര്യം. കാരണം ഇല്ലെങ്കിൽ ചുമ്മാ നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. സോ ഇതാണ് എനിക്ക് ആദ്യമേ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം. കാരണം അത് അവർക്ക് കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആക്കി ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി. ഇനി എങ്ങനെയുണ്ട് ദേവ എന്ന് പറഞ്ഞ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പറയുള്ളൂ, മുംബൈ പോലീസിന്റെ കുറച്ചും കൂടി ഒരു മാസ് ആയിട്ടുള്ളൊരു വെർഷനാണ് നമുക്ക് ദേവ സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ മാനിപ്പുലേഷൻ ടെക്നിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആസ് എ ഒരു മൂവി വ്യൂവർ എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആകായിരുന്നു. എന്നിരുന്നാലും പടത്തിന്റെ പോസിറ്റീവ്സിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഷാഹിദ് കപൂർ ഒരിക്കൽ കൂടി പുള്ളിക്കാരൻ ഏതൊരു സിനിമ കൊടുത്തു കഴിഞ്ഞാലും സിനിമ ശോകമാണെങ്കിലും പുള്ളിക്കാരൻ്റെ ആക്ടിങ് വൺ പൊളിയായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. രണ്ടാമത്തെ കാര്യം, ബാക്കിയുള്ള സപ്പോർട്ടിംഗ് കാസ്റ്റ് ആണെങ്കിലും സൂപ്പറായിട്ട് തന്നെ അവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മുംബൈ പോലീസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പാരിഷൻ, വി ഓൾ കമ്പയർ. ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഹോളിവുഡ് അല്ലല്ലോ, ബോളിവുഡിൽ കുറച്ചും കൂടി എന്താ പറയേണ്ട ഒരു ഒറിജിനൽ സ്റ്റോറീസ് ഒക്കെ വരേണ്ട ആവശ്യമുണ്ട് ഇനി. അല്ല ചുമ്മാ റീമേക്ക് എന്ന് പോയിട്ട് കാര്യമില്ല. സോ നമ്മുടെ മുംബൈ പോലീസ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു മാസ് ആയിട്ടുള്ളൊരു പടമാണ്. അത് ഷാഹിദ് കപൂറിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കുറെ കിടിലനായിട്ടുള്ള ഫൈറ്റ് സീക്വൻസും കോറിയോഗ്രഫിയും ഒക്കെ അവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇത്രയും പറയുള്ളൂ, ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതൊരു മുംബൈ പോലീസിന് അപ്ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. മുംബൈ പോലീസാണ്. നമ്മുടെ രാജുവിന്റെ ആ ഒരു സിനിമ അത് വേറൊരു ലെവൽ തന്നെയാണ്. ആൻഡ് ദേവ ഒരിക്കലും ഒരു അപ്ഗ്രേഡ് അല്ല. അതായത് നിങ്ങൾ മുംബൈ പോലീസ് കണ്ടിട്ടില്ല, നമ്മൾ നോർത്തിലെ ഉള്ള ആൾക്കാരൊക്കെ ചിലവർ മുംബൈ പോലീസ് കണ്ടിട്ടുണ്ടാവില്ല, അവർക്ക് ഈ ഒരു സിനിമ കാണാവുന്നത് തന്നെയാണ്. പക്ഷെ നമുക്കറിയാം നമ്മൾ മുംബൈ പോലീസ് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. സോ അത് കണ്ടിട്ട് നമ്മൾ ഈ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്ന പല സീൻസ് ആണെങ്കിലും ഇമോഷൻ ആണെങ്കിലും ഇതിന്റെ ക്ലൈമാക്സിലേക്ക് പോവുകയാണെങ്കിൽ തന്നെയും നമുക്കറിയാം എന്ത് സംഭവിക്കും. അതിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് ഇതിനകത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നമ്മുടെ മുംബൈ പോലീസിനേക്കാളും കിടില്ലെന്ന് എന്തായാലും പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയായിരുന്നു. അവർക്ക് സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം മോസ്റ്റ്ലി ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്, സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും തന്നെയാണ്. കാരണം നമുക്കറിയാം മുംബൈ പോലീസിന്റെ സ്ക്രീൻ പ്ലേ പോയിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു നമ്മളെ ബേബി ഫീഡ് ചെയ്തുകൊണ്ടല്ലായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. കാരണം നമ്മൾ ആക്ച്വലി പൃഥ്വിരാജിന്റെ കൂടിയുള്ള ജേർണിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ അതിനകത്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ബേബി ഫീഡിങ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഈ സിനിമ കാണുന്നവർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ, അവർക്ക് കുറച്ചെങ്കിലും ഒക്കെ ആലോചിക്കാൻ കൊടുക്കണ്ടേ. ആ ഒരു ഫാക്ടർ മാത്രമാണ് സിനിമ കണ്ടതിനപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓൾറെഡി കഥയും കൂടി അറിയാവുന്ന ഒരു വ്യക്തി ഈ സിനിമ കാണാൻ മുമ്പ് നമുക്കത് ഭയങ്കര ഇതായിട്ട് പോകും. കാരണം ഓരോ ഹിന്റ് ഇതൊക്കെ അവരിങ്ങനെ നമ്മളെ കാണിച്ചുകൊണ്ട് തന്നെ വരുമ്പോഴത്തേക്ക് അതെനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഓവറോൾ പാട്ടാണെങ്കിലും പാട്ട് പൊളിയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര മാസമായിട്ടുള്ളൊരു പടം തന്നെയാണ്. ഷാഹിദ് കപൂറിന്റെ ഒരു നല്ലൊരു ആക്ടിങ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
എനിക്ക് ഈ ഒരു പടത്തിനെ കുറിച്ച് എഗെയിൻസ്റ്റ് പറയാനുള്ള അവരുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് രീതി മാത്രമായിരുന്നു. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഒത്തിരി പടങ്ങൾ റീമേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. അവരാരും ഇങ്ങനെ എന്താ പറയണ്ടേ, നമ്മളോട് നുണ പറഞ്ഞ് ആരും ഒന്നും ചെയ്തിട്ടില്ല. സോ അത് അവർക്ക് ബെറ്റർ ആക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഓവറോൾ ദേവ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് പോയി കാണാം. ഷാഹിദ് കപൂറിന് നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളിക്കാൻ ഭയങ്കര ഒരു ടെസ്റ്റോസ്റ്ററോൺ ഒക്കെ വന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു പോലീസുകാരൻ്റെ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും, എത്രത്തോളം മാസ്സാക്കും, അതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് ഒരിക്കലും ഒരു അപ്ഗ്രേഡ് അല്ല, അതേ എനിക്ക് പറയാനുള്ളൂ. പടം കുഴപ്പമില്ല, നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് പോയി കാണാവുന്ന തന്നെയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. കാരണം ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്ത് സിനിമ ഇറക്കണോ, അതായത് നമ്മൾ എന്താണെങ്കിലും കമ്പയർ ചെയ്യും. വി ഓൾ ഗോയിങ് ടു ഡെഫിനറ്റ്ലി കമ്പയർ ഇറ്റ്. സോ വീണ്ടും നമ്മൾ ഈ ഒരു ബാഡ് ഇമ്പാക്ട്, ഇതിപ്പോൾ അവർ ഓൾറെഡി പറഞ്ഞിട്ട് ഇറക്കിയിരുന്നെങ്കിൽ ഈ ഒരു ബാഡ് ഇമ്പാക്ട് എന്താണെങ്കിലും വരില്ലായിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ ട്രാവലിംഗ് ആണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. സോ സൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പം പഞ്ച്.